KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആശിഖ് റസൂൽ ശൈഖുന കുണ്ടൂർ ഉസ്താദ് 10ാം ഉറുസ് മുബാറക്കിന് നാളെ ഔപചാരിക തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം പാകിസ്ഥാൻ സന്ദർശിക്കും. വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയായ ഭാരത് ധർമ്മ ജനസേനയ്ക്ക് കൂപ്പുകൈ ചിഹ്നം ലഭിക്കില്ല. കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടും മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ ഉറച്ച് ഡൊണാൾഡ് ട്രംപ്. സുന്നി ബാലസംഘം റബീഉ വിളംബരം വിജയിപ്പിക്കണമെന്ന് സുന്നി സംഘടനകൾ. മർക്കസ് ശരീഅത്ത് കോളേജിൽ നിന്നും 2005-ൽ പഠനം പൂർത്തിയാക്കിയ സഖാഫികളുടെ സംഗമം നാളെ മർക്കസിൽ. ദർസ് പഠനത്തിൽ മറ്റ് ഏജൻസികൾ ഇടപെടുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. GCC തലത്തിൽ മൂല്യവർദ്ധിത നികുതി വരുന്നു. ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് നേരിട്ടുള്ള നികുതി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം പാകിസ്ഥാൻ സന്ദർശിക്കും. ഇസ്ലാമാബാദിൽ നടക്കുന്ന സാർക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ എത്തുകയെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. 2 ദിവസത്തെ പാക് സന്ദർശനത്തിനായി ഇസ്ലാമാബാദിലെത്തിയ സുഷമ സ്വരാജ് പാക് ചാനലായ ജിയോ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രിയോടൊപ്പം താനും അടുത്ത വർഷം പാകിസ്ഥാനിൽ എത്തുമെന്നും അവർ പറഞ്ഞു. നേരത്തെ റഷ്യയിലെ ഉഫയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കവെ പാക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സമാധാന വിഷയം ചർച്ച ചെയ്യുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് സുഷമ സ്വരാജ് പാകിസ്ഥാനിലെത്തിയത്. 2012-ൽ അന്നത്തെ വിദേശകാര്യമന്ത്രി SM കൃഷ്ണയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയായ ഭാരത് ധർമ്മ ജനസേനയ്ക്ക് കൂപ്പുകൈ ചിഹ്നം ലഭിക്കില്ല. കൂപ്പുകൈ ചിഹ്നം അനുവദിക്കാനാവില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വ്യക്തമാക്കിയത്. നിലവിലുള്ള ചിഹ്നത്തിന് സമാനമായ ചിഹ്നം അനുവദിക്കാൻ കഴിയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിന് സമാനമായ കൂപ്പുകൈ ചിഹ്നം അനുവദിക്കുന്നതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ രാവിലെ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും കടുത്ത വിമർശനങ്ങൾ ഉയർന്നെങ്കിലും മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ ഉറച്ചുനിൽക്കുന്നതായി അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരിൽ നിന്നും വരെ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തന്റെ പ്രസ്താവനയെ വഴിതിരിച്ചുവിടാനാണ് ട്രംപ് ശ്രമിച്ചത്. തീവ്രവാദം നേരിടാനുള്ള താൽക്കാലിക പരിഹാരമാണിതെന്ന് ട്രംപ് MSNBCക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. താൻ പറഞ്ഞത് അമേരിക്കയിൽ ഇപ്പോഴുള്ള മുസ്ലിങ്ങളെക്കുറിച്ചല്ലെന്നും പുറത്തുനിന്ന് വരുന്നവരെക്കുറിച്ചാണെന്നും ട്രംപ് തിരുത്തുകയുണ്ടായി. മുസ്ലിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശം അനുവദിക്കരുതെന്നായിരുന്നു ട്രംപിന്റെ വിവാദ പരാമർശം. ട്രംപിന്റെ പ്രസ്താവന അമേരിക്കൻ വിരുദ്ധവും നിഷ്ഫലവുമാണെന്ന് US പ്രതിനിധി സഭാ സ്പീക്കറും റിപ്പബ്ലിക്കനുമായ പോൾ റിയൻ അഭിപ്രായപ്പെട്ടിരുന്നു. വിദ്വേഷമല്ല അമേരിക്ക ഉയർത്തിപ്പിടിക്കുന്ന മൂല്യമെന്ന് ട്രംപിനോട് പറയുന്നതായാണ് ഹിലരി ക്ലിന്റന്റെ പ്രസ്താവന. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രംപിന്റെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ വിമർശം ഉയർന്നെങ്കിലും പ്രസ്താവന തിരുത്താൻ അദ്ദേഹം തയ്യാറായില്ല. തന്റെ പ്രസ്താവന ന്യായീകരിക്കാൻ മുൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെ നടപടി ട്രംപ് ഉദ്ധരിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധകാലത്ത് ആയിരക്കണക്കിന് ജപ്പാൻ, ജർമ്മൻ, ഇറ്റാലിയൻ കുടിയേറ്റക്കാരെ മാറ്റി നിർത്തി ശത്രുവിന്റെ സഹായികൾ എന്ന് മുദ്രകുത്തിയത് ട്രംപ് എടുത്തു പറഞ്ഞു. മനുഷ്യക്കടത്ത് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതി. മനുഷ്യക്കടത്ത് തടയാൻ കൂടുതൽ ശക്തമായ നിയമം വേണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. 2016 സെപ്റ്റംബർ 30-ന് മുമ്പായി പ്രത്യേക അന്വേഷണ ഏജൻസി രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. റിസർവ് ബാങ്ക് പുതുതായി പുറത്തിറക്കിയ 100, 500, 1000 രൂപ നോട്ടുകൾ കേരളത്തിലെ ബാങ്കുകളിൽ നിന്ന് ലഭ്യമായി തുടങ്ങി. പുതിയ സവിശേഷതകളോടെ പുതിയ നോട്ടുകൾ ഇറക്കുമെന്ന് RBI കഴിഞ്ഞ സെപ്റ്റംബറിൽ വ്യക്തമാക്കിയിരുന്നു. പുതിയ 3 സവിശേഷതകളാണ് നോട്ടിനുള്ളത്. പള്ളികൾ കേന്ദ്രീകരിച്ച് മതപഠനം നടത്താൻ സ്ഥാപിക്കുന്ന ദർസുകൾക്ക് മറ്റ് ഏജൻസികളുടെ അംഗീകാരം ആവശ്യമില്ലെന്നും ഭരണഘടനാ സാധുതയുള്ള പരമ്പരാഗതമായി തുടർന്നുവരുന്ന സമ്പ്രദായമാണ് ദർസെന്നും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വ്യക്തമാക്കി. തൃശൂർ കീഴ്പുള്ളിക്കര കപ്പുകടവ് ദർസ് ശിശുക്ഷേമ സമിതി ഇടപെട്ട് പൂട്ടിച്ചതിനെതിരെ തൃശൂർ ജില്ലാ മഹല്ല് ജമാഅത്ത് അസോസിയേഷൻ പ്രസിഡന്റ് സമർപ്പിച്ച ഹർജിയിന്മേലാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ നിരീക്ഷണം.
മുസ്ലിം പള്ളികളിൽ പരമ്പരാഗതമായി നടന്നുവരുന്ന മതപഠനം നിർത്തലാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ശിശുക്ഷേമ സമിതിയുടെ അധികാര പരിധിക്ക് പുറത്താണ് ദർസ് പഠനമെന്നും കമ്മീഷൻ പറഞ്ഞു. അനാഥരായവർ പള്ളിയിൽ താമസിച്ച് പഠിക്കുന്ന ഇവർക്ക് സൌജന്യ താമസവും ഭക്ഷണവും വസ്ത്രവും ചികിത്സയും പഠനോപകരണങ്ങളും പള്ളി കമ്മിറ്റി ലഭ്യമാക്കുന്നുണ്ടെന്നും മതപഠനത്തിന് പുറമെ തൊട്ടടുത്ത സ്കൂളിൽ ഇവർ ഔപചാരിക പഠനം നടത്തുന്നുണ്ടെന്നും ബോധ്യപ്പെട്ടതായും ന്യൂനപക്ഷ കമ്മീഷൻ അറിയിച്ചു. മൊത്തം 18 കേസുകളാണ് ന്യൂനപക്ഷ കമ്മീഷൻ അദാലത്തിൽ പരിഗണിച്ചത്. 4 കേസുകൾ തീർപ്പാക്കി. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി, അംഗങ്ങളായ വി ജോഷി, അഡ്വക്കേറ്റ് കെ മറിയുമ്മ, മെമ്പർ സെക്രട്ടറി മോഹൻലാൽ എന്നിവർ സംബന്ധിച്ചു. അടുത്ത സിറ്റിംഗ് ജനുവരി 12 നടക്കും. ഗൾഫ് വാർത്തകൾ. GCC തലത്തിൽ മൂല്യവർദ്ധിത നികുതി വരുന്നു. ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് നേരിട്ടുള്ള നികുതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. 2018 അവസാനം മുതൽ പ്രാബല്യത്തിൽ വരും. വിശദമായ റിപ്പോർട്ടിലേക്ക്. GCC തലത്തിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് സമ്പ്രദായം നടപ്പാക്കാൻ തീരുമാനമായി. അടുത്തിടെ നടന്ന GCC രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് നികുതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. 2018ഓടെ GCC തലത്തിൽ പ്രാബല്യത്തിൽ വരുത്തുകയാണ് ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായാണ് പ്രത്യക്ഷ നികുതി സംവിധാനം നടപ്പാക്കുന്നത്. എണ്ണവിലയിലുണ്ടായ കുറവിന്റെ പശ്ചാത്തലത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരുകളുടെ ശ്രമഫലമായാണ് നികുതി സംവിധാനം ഏർപ്പെടുത്തുന്നത്. GCC രാജ്യങ്ങൾക്കിടയിൽ തുടർ ചർച്ചയ്ക്ക് ശേഷം 2018 അവസാനത്തോടെ ഏകീകൃത മൂല്യവർദ്ധിത നികുതി സംവിധാനം പ്രാബല്യത്തിൽ വരും. പ്രധാന ഭക്ഷ്യവസ്തുക്കൾ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ സേവനം തുടങ്ങിയവയെ മൂല്യവർദ്ധിത നികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് UAE ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി യൂനുസ് ഹാജി അൽ ഖൂരി പറഞ്ഞു. 94ഓളം ഭക്ഷ്യവസ്തുക്കൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണ് ധാരണയുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നിരവധി സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നികുതി പട്ടികയിൽ ഇടം പിടിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ വാറ്റ് നടപ്പാക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ട് 10 വർഷം പിന്നിട്ടിരുന്നു. പല പ്രാവശ്യം ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നുവെങ്കിലും പ്രാബല്യത്തിൽ വന്നില്ല. എന്നാൽ 2014 ജൂൺ മുതൽ എണ്ണവിലയിലുണ്ടായ വൻ ഇടിവ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ 6 GCC രാജ്യങ്ങളും വാറ്റ് നിയമത്തിന്റെ കരട് രൂപരേഖ അംഗീകരിച്ചിരുന്നു. 6 രാജ്യങ്ങളിലും ഒരേ നയങ്ങളുള്ള വാറ്റ് നിയമം തദ്ദേശീയ തലത്തിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് കരട് രൂപരേഖ തയ്യാറാക്കിയത്. എണ്ണവില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ സബ്സിഡികൾ ഇല്ലാതാക്കാനും ചെലവ് ചുരുക്കാനും നികുതികൾ ഏർപ്പെടുത്താനും അന്താരാഷ്ട്ര നാണയനിധി ഗൾഫ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഹുബ്ബുർ റസൂൽ സമ്മേളന പ്രചാരണവും കുർത്തുബ ദിക്ർ സ്വലാത്ത് മജ്ലിസും വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം കുവൈത്ത് സിറ്റിയിലെ KPTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് പാരഗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സയ്യിദ് ഇല്യാസ് ഹൈദ്രോസ് തങ്ങൾ എരുമാട് നേതൃത്വം നൽകും. KPS എഡിറ്റിൽ മുഖ്യാതിഥിയായിരിക്കും. ICF നാഷണൽ സിറ്റി സെൻട്രൽ നേതാക്കൾ പങ്കെടുക്കും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ,
കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആശിഖ് റസൂൽ ഷെയ്ഖുന കൊണ്ടൂർ ഉസ്താദിന്റെ 10ാമത് ഉറൂസ് മുബാറക്കിന് നാളെ ഔപചാരിക തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 10 മണിക്ക് വിവിധ മഖാമുകളിൽ നടക്കുന്ന സിയാറത്തുകളോടെയാണ് തുടക്കമാവുക. 3 മണിക്ക് CM മർക്കസ് തെന്നല, അലിർഷാദ്, മണലിപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും. വൈകിട്ട് 4-ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ പതാക ഉയർത്തും. 6-ന് നടക്കുന്ന ബുർദ വാർഷികവും സമ്മേളനവും സമസ്ത കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് ആലിക്കുഞ്ഞു മുസ്ലിയാർ ചിറിയ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം പ്രഭാഷണം നടത്തും. തുടർന്ന് പ്രമുഖ ബുർദ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ബുർദ പാരായണം നടക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30-ന് കുഞ്ഞു മഖാം സിയാറത്തും 2 മണിക്ക് കൊണ്ടൂർ ഉസ്താദ് മൗലിദും നടക്കും. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 9:30-ന് മങ്കൂസ് മൗലിദ് പാരായണം നടക്കും. 10:30-ന് തിരുനബി പഠനം സെഷൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. 2 മണിക്ക് തിബുൻ നബവി എന്ന വിഷയത്തിൽ അബ്ദുറഷീദ് സഖാഫി ഏലംകുളവും 4 മണിക്ക് തിരുനബിയുടെ സാന്ത്വനം എന്ന വിഷയത്തിൽ റഹ്മത്തുള്ള സഖാഫി എളമരവും ക്ലാസ് എടുക്കും. വൈകിട്ട് 6:30-ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ, PSK മൊയ്തുബാക്കവി മാടവന പ്രഭാഷണം നടത്തും. രാത്രി 8-ന് ദിക്ർ മജ്ലിസ് നടക്കും. ഞായറാഴ്ച രാവിലെ 9-ന് ഖത്മുൽ ഖുർആനും 10-ന് ഇന്ത്യയുടെ സൗഹൃദ പാരമ്പര്യവും ആധ്യാത്മിക നേതൃത്വവും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. KT ജലീൽ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 2-ന് സൗഹൃദ സമ്മേളനം വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈവാഹികം ചില ഓർമ്മപ്പെടുത്തലുകൾ എന്ന വിഷയത്തിൽ അബ്ദുൽ ജലീൽ സഖാഫി ചെറുഷോല പ്രസംഗിക്കും. 5 മണിക്ക് ഖസീദത്തുൽ ഖാദിരിയ നടക്കും. വൈകിട്ട് 6:30-ന് നടക്കുന്ന ഹുബ്ബുർ റസൂൽ സമ്മേളനം SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തും. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, NB അബ്ദുറസാഖ് സഖാഫി വെള്ളിയാമ്പുറം, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി കൊല്ലം പ്രഭാഷണം നടത്തും. അഹ്ബാബുൽ ഗൗസിയ അൽ ഐൻ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ ഗൗസിയ അവാർഡ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് സമ്മാനിക്കും. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, അബു ഹനീഫൽ ഫൈസി തെന്നല, അലി ബാക്കവി ആറ്റുപുറം, ലത്തീഫ് ഹാജി കുണ്ടൂർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന പ്രമേയത്തിൽ സുന്നി ബാലസംഘം നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ഡിസംബർ 13-ന് മദ്രസകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്ന റബീ വിളംബരം വിജയിപ്പിക്കാൻ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ SYS SSF സംയുക്ത സമിതി യോഗം അഭ്യർത്ഥിച്ചു. പ്രവാചക ജന്മമാസത്തോടുള്ള ആദരവ് അറിയിച്ചുകൊണ്ടും മീലാദുന്നബി സന്ദേശം വിളംബരം ചെയ്തുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മദ്രസ പരിധിയിലെ റോഡുകളും ഊടുവഴികളും കേന്ദ്രീകരിച്ച് മൗലിദ് ബൈത്തുകൾ, മദ്ഹ് ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് സുന്നി ബാലസംഘം പ്രവർത്തകർ അണിനിരക്കുന്ന റാലിയാണ് റബീ വിളംബരത്തിൽ നടക്കുന്നത്. പ്രവാചക സന്ദേശങ്ങൾ അറിയിക്കുന്ന പ്ലക്കാർഡും റാലിയിൽ പ്രദർശിപ്പിക്കും. സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, ഉസ്മാൻ മദനി പാലക്കാട്, CK റാഷിദ് ബുഖാരി, ബഷീർ മുസ്ലിയാർ ചെറൂപ്പ, VV അബൂബക്കർ സഖാഫി ചർച്ചയിൽ പങ്കെടുത്തു. മീലാദ് ആഘോഷത്തിന്റെ ഭാഗമായി സൈദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഡിസംബർ 17, 18 തീയതികളിൽ നടക്കുന്ന നൂറെ മദീന മീലാദ് ഫെസ്റ്റ് പരിപാടികൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. 6 വേദികളിലായി 500-ൽ പരം വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന മീലാദ് ഫെസ്റ്റ് ആനുവൽ ഡേ പ്രോഗ്രാം 17-ന് രാവിലെ 9:30-ന് കുമ്പോൾ സയ്യിദ് ജാഫർ സ്വാദിഖ് തങ്ങളുടെ പ്രാർത്ഥനയോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സ്കൂൾ മാനേജർ MA അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിക്കും. ആനുവൽ റിപ്പോർട്ട് പ്രിൻസിപ്പൽ MM ബഷീർ അവതരിപ്പിക്കും. മാണിക്കോത്ത് AP അബ്ദുള്ള മുസ്ലിയാർ, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, അബ്ദുൽ ഖാദർ സൈദി കൊല്ലമ്പാടി, അബ്ദുൽ കരീം സൈദി ഏണിയാടി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. മർക്കസ് ശരീഅത്ത് കോളേജിൽ നിന്നും 2005-ൽ പഠനം പൂർത്തിയാക്കിയ സഖാഫികളുടെ സംഗമം നാളെ രാവിലെ 10-ന് കാരന്തൂർ മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മർക്കസ് സീനിയർ മുദരിസ് KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, മാനേജർ C മുഹമ്മദ് ഫൈസി, ഡോക്ടർ ഹുസൈൻ സഖാഫി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. VPM ഫൈസി വില്യാപ്പള്ളി, ഹുസൈൻ മുസ്ലിയാർ പടനിലം, അബ്ദുൽ അസീസ് സഖാഫി സംസാരിക്കും. 2005 ബാച്ചിലെ മുഴുവൻ സഖാഫികളും സംബന്ധിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭ്യർത്ഥിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശിഖ് റസൂൽ ഷെയ്ഖുന കൊണ്ടൂർ ഉസ്താദ് 10ാം ഉറുസ് മുബാറക്കിന് നാളെ ഔപചാരിക തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം പാകിസ്ഥാൻ സന്ദർശിക്കും.
വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയായ ഭാരത് ധർമ്മ ജനസേനയ്ക്ക് കൂപ്പുകൈ ചിഹ്നം ലഭിക്കില്ല. GCC തലത്തിൽ മൂല്യവർദ്ധിത നികുതി വരുന്നു. ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് നേരിട്ടുള്ള നികുതി. കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടും മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ ഉറച്ച് ഡൊണാൾഡ് ട്രംപ്. മർക്കസ് ശരിയത്ത് കോളേജിൽ നിന്നും 2005 പഠനം പൂർത്തിയാക്കിയ സഖാഫികളുടെ സംഗമം നാളെ മർക്കസിൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.